ജനുവരി 21 രാത്രി ക്ഷേത്രത്തിലെ ചടങ്ങുകളെല്ലാം കഴിഞ്ഞ് പുറത്തേക്കിറക്കുന്നതിനിടെയാണ് ആനയിടിഞ്ഞത്. തൃശൂർ കുന്നംകുളത്ത് നിന്ന് കൊണ്ടുവന്ന പാക്കത്ത് ശ്രീകുട്ടൻ എന്ന കൊമ്പൻ പിന്നീട് മുൾമുനയിലായ മണിക്കൂറുകൾ. പള്ളിവട്ടേൻ്റെ മേളമൊക്കെ കഴിഞ്ഞ് മേളം കഴിഞ്ഞ് രണ്ടാമത്തെ ചുറ്റിൽ ഇടിച്ച് വന്ന് മറ്റേ ആദ്യം 2 ആനപ്പുറത്തുള്ള നമ്പൂരിലൊക്കെ ഇറങ്ങിപ്പോയി 2 ആനേനെ മാറ്റി. അതിന് ശേഷമാണ് ഇതിന് തിടമ്പ് ഇറക്കുന്നത്. ആകെ 3 ആന ഉണ്ടായിരുന്നു. 3 ആന തിടമ്പിറക്കി തിടമ്പങ്ങാട്ടേക്ക് പോയി. ഞാൻ പറഞ്ഞു ഞാൻ 5-6 കടലിപ്പോൾ എടുത്ത് കൊണ്ട് കൊടുത്തു. ആനേനെയും പാപ്പാൻ ആടെ വന്നതാണ്. അവൻ തൂകാൻ പറഞ്ഞു. തൊയ്തു. സൗണ്ട് ഉണ്ടാക്കി. സൗണ്ട് ഉണ്ടാക്കാതെ 2-3 പ്രാവശ്യം ഇയാളെന്തോന്ന് വിക്രി കാണിച്ചോന്നറിയില്ല. അങ്ങനെ സൗണ്ട് ഉണ്ടാക്കിയപാട് എഴുന്നേറ്റ് ആനപ്പാപ്പ മുന്നിൽ ആന ബാക്കിലും ആടുന്ന തട്ട് കെട്ടിയിരിക്കുക. ഇവിടെ കാണുന്നു. ആൾക്ക് എന്തോ ദൈവത്തിൻ്റെ ഭാഗ്യം കൊണ്ട് ആൾക്കാർക്ക് അപായമില്ല. ഈ പാപ്പാന് മാത്രം ഒരു ഇത് പറ്റിയെന്നല്ലാണ്ട് മറ്റുള്ള ആൾക്കാർക്കൊന്നും പറ്റിയില്ല. 2-3 മണിക്കൂർ ആടുന്ന് കഴിഞ്ഞതിന് ശേഷം പുറത്തേക്ക് ഇങ്ങോട്ടേക്ക് വന്നത്. ഇവിടെ വന്നിട്ട് ഈ ശശി എന്ന് പറയുന്ന സ്ഥലം പോലെ തെങ്ങ് കുത്തിമുറിച്ച് മാവ് കഴുങ്ങ് അങ്ങനെയുള്ള ഇതൊക്കെ പോയി ലാസ്റ്റ് ലൈനിൻ്റെ മുകളിൽ പിടിച്ച് ശരിക്കും അതിന് ഷോക്കടിച്ചിക്ക് ലൈന് പിടിച്ച് വലിച്ചതാണ്. അങ്ങനെ അപ്പുറം ഇപ്പുറമുള്ള പോസ്റ്റ് എല്ലാം കൂടി 5 പോസ്റ്റ് വരെ മറിഞ്ഞ് വീണു. ഇവിടെ നിന്നാണ് പിന്നെ ഇവർ തിളയ്ക്കാൻ വേണ്ടി സ്ക്വാഡ് വന്ന് പോലീസ് ശ്രമിച്ചെല്ലാം കൂടി ഒരു 7-8 മണിയാകുമ്പോഴേക്ക് തിളയ്ക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. വലിയൊരു പൈസ എൻ്റെ 90,000 റുപ്യനെ ഈ ഇതിന് വേണ്ടി കെട്ടി വെച്ചിട്ടുണ്ട്. വനം വകുപ്പ് എലിഫന്റ് സ്ക്വാഡൊക്കെ വന്നില്ലേ? അവരൊക്കെ എന്ത് പറഞ്ഞു? അവർ ആദ്യം വന്ന് ചോദിച്ചതെന്നാണ് എനിക്ക് നിങ്ങളെ പേപ്പർ എവിടെയാണ് ചോദിച്ചത്. അപ്പോൾ നമ്മൾ ഫയൽ ചെയ്ത് എല്ലാം റെഡിയാക്കി വെച്ച്. അപ്പോൾ അത് കണ്ടേരം അവർ പറഞ്ഞു ആനയ്ക്ക് വേറെ ബുദ്ധിമുട്ടും കാര്യമൊന്നുമില്ല, ഓക്കെയാണ്. പിന്നെ അവർ നിയമത്തിന് ഒരു കേസ് എടുത്തിട്ടുണ്ട്. പിറ്റേന്ന് രാവിലെ ഈ 1-ാം പാപ്പാൻ തന്നെ വന്ന് എൻ്റെ ഫസ്റ്റ് പാപ്പ അയാൾ വന്നതിന് ശേഷമാണ് കൊണ്ടുപോകാൻ കഴിഞ്ഞത്. കൊണ്ടുവന്നവരൊന്നും ഒരു പ്രശ്നമില്ല. ആദ്യത്തെ എൻ്റെ തൊട്ട് തന്നെ വന്നതിൻ്റെ തൊട്ട് തന്നെ നല്ല രീതിയിലാണ് വണ്ടി കയറ്റി കൊണ്ടുപോയത്. അരുൺ കിഷോറിനൊപ്പം രാഹുൽ KV, മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്.